ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ്. നമ്മുടെ അരിയും അതുപോലെ ഉഴുന്നും ഒന്നും ചേർത്ത് നമ്മൾ വെള്ളത്തിലൊക്കെ കുതിർത്ത് അരച്ചൊന്നും എടുക്കാതെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് ദോശയാണ് ഇന്ന് നമ്മുടെ റെസിപ്പി. എന്തായാലും ബ്രെഡാണെങ്കിലും നല്ല ടേസ്റ്റിയാണ്, മാത്രമല്ല വളരെ എളുപ്പം. നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കതിൻ്റെ എല്ലാം റെഡിയാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ അതിന് റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബ്രെഡ് ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അതിലേക്ക് വേണ്ടി ഞാനിവിടെ ബ്രെഡ് സ്ലൈസസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് 10 ബ്രെഡ് സ്ലൈസ് ആണ്. നിങ്ങൾക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റി മതിയെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളത് എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ബ്രെഡ് സ്ലൈസസിൻ്റെ ഈ സൈഡ് വശങ്ങളുണ്ടല്ലോ ഇങ്ങനെ ബ്രൗൺ കളറിൽ, ഇതൊന്നും ഒഴിവാക്കുന്നില്ല. അത് താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ, അത് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഞാനിപ്പോൾ എന്തായാലും മുഴുവനായിട്ടുള്ള 10 ബ്രെഡ് സ്ലൈസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് പിച്ചിട്ട് കൊടുക്കുകയാണ്, നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് 1-2 ബാച്ചായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ കൊള്ളുന്ന രീതിയിൽ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. നമുക്കിത് ഈ ഒരു രീതിയിൽ പൊടിച്ചെടുക്കുന്നതിന് പകരമായിട്ട് വേണമെങ്കിൽ നമ്മുടെ ബ്രെഡ് ഇങ്ങനെ ചെറുതായിട്ട് കീറിയെടുത്തിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. പക്ഷേ കുറച്ചും കൂടി എളുപ്പം ഇതാണ്. എല്ലാം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് തന്നെ ഗ്രൈൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാനിവിടെ ബ്രെഡ് സ്ലൈസസ് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ ബാക്കിയുള്ള ബ്രെഡും കൂടെ ഒന്ന് നമ്മൾ ഇതുപോലെ കീറിയിട്ടിട്ട് ബാക്കി കൂടെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും നമ്മൾ എടുത്തിട്ടുള്ള 10 ബ്രെഡ് സ്ലൈസും ഇതിലേക്ക് ചേർത്തിട്ട് ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ പീസസും നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ബാക്കി കുറച്ചും കൂടെ കാര്യങ്ങൾ ചേർക്കാനുണ്ട്, നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ചേർക്കുന്നത് റവയാണ്. റവ നമുക്ക് റോസ്റ്റഡ് ആയിട്ടുള്ള റവയോ അതല്ലെങ്കിൽ വറുക്കാതെ നമുക്ക് കിട്ടുന്ന റവയോ ഏതെടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഞാനിവിടെ എടുക്കുന്നത് റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന റവയാണ്. ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് 1/4 കപ്പിനേക്കാളും കുറച്ചും കൂടെ കൂടുതലുണ്ട് കേട്ടോ. നമ്മുടെ മെഷർമെൻറ്റ് കപ്പിന് 1/4 കപ്പിനേക്കാളും കുറച്ചും കൂടെ കൂടുതലുണ്ട്. പിന്നെ ഞാനിതിലേക്കൊരു 1/4 കപ്പ് നമ്മുടെ അരിപ്പൊടി, നമ്മുടെ പുട്ടുപൊടി ആയാലും കുഴപ്പമില്ല, നമ്മുടെ പത്തിരിക്കൊക്കെ എടുക്കുന്ന ഏത് പൊടിയായാലും കുഴപ്പമില്ല, അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ ദോശ നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ആ തരിയോട് കൂടിയിട്ടുള്ള റവയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ദോശയുടെ ബാറ്റർ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചേർക്കുന്നത് ഒരു 1/4 കപ്പോളം അധികമൊന്നും പുളിയില്ലാത്ത നല്ല കട്ടിയായിട്ടുള്ള തൈരാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പുളിയുള്ള തൈരൊക്കെയാണ് എങ്കിൽ ഇത്രയ്ക്ക് എടുക്കേണ്ട, അളവ് കുറച്ച് 1/2 കപ്പൊക്കെ എടുത്താൽ മതിയാകും. ഇതിപ്പം പുളിയില്ലാത്ത തൈരായതുകൊണ്ട് ഞാനൊരു 1/4 കപ്പോളം എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിനെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം നമ്മൾ നോർമലായിട്ടുള്ള വെള്ളമല്ല ഇവിടെ ചേർക്കുന്നത്, ഹോട്ട് വാട്ടർ ആണ് കേട്ടോ. ചൂടുള്ള വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളെ ചേർത്തിട്ടുള്ള റവ ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് എന്താ പറയുക നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് തിളച്ച വെള്ളമൊന്നും വേണ്ട, അത്യാവശ്യം കുറച്ച് ചൂടുള്ള വെള്ളമാണ്. ആദ്യം ഞാൻ 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് സ്മൂത്തായിട്ട് കിട്ടുന്നവരെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡും എല്ലാം കൂടെ ചേർത്തിയിട്ട് ഇത് ഈ ഒരു രീതിയിൽ നല്ല ഫൈനായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കുറച്ച് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടോ. നമുക്കിതിനെ കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കണം. നമ്മുടെ ഒരു ദോശയുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അറിയാമല്ലോ, ആ ഒരു പരുവത്തിലാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ഇത് മിക്സിയുടെ ജാറിൽ നിന്നും ഒരു ബൗളിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം, ആ ഒരു കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരിത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നോർമലായിട്ടുള്ള നമ്മുടെ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്തിയിട്ട് ഒന്ന് കുലുക്കിയെടുത്താൽ മതി. അപ്പോൾ അതിനകത്ത് ബാക്കിയുള്ള ഒരു ബാറ്ററിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് പോന്നോളും. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ദോശ നമ്മൾ ചുറ്റിച്ചെടുക്കുമ്പോൾ നമുക്കൊരു സ്മൂത്തായിട്ട് എന്താ പറയുക കുറച്ച് ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണല്ലോ നമുക്ക് വേണ്ടത്. ആ ഒരു പരുവത്തിൽ കിട്ടുന്നവരെ നമ്മൾ കുറേശ്ശെ വെള്ളം ചേർക്കുക. വെള്ളം കൂടി പോകരുത് കേട്ടോ. വെള്ളം കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് ചുട്ടെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതായത് നമ്മൾ അപ്പ സോഡ എന്ന് പറയുന്നത് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളിതിനൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്.
നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഡയറക്റ്റ് ഇതിനെ ദോശയായിട്ട് ചുട്ടെടുക്കുകയാണ്. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ നമുക്ക് 5-10 മിനിറ്റ് വെക്കാം, പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ ബ്രെഡ് ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ ഇവിടെ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു പാനിൻ്റെ ചൂടാണ് കേട്ടോ. നമ്മൾ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നല്ല കറക്റ്റായിട്ട് ആ ബാറ്റർ ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു പാനിൻ്റെ ചൂട് നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ആ ചൂടൊന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു പാനൊന്ന് തുടച്ചെടുക്കുക. എന്നതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് ദോശ പോലെ ചുറ്റിച്ചെടുക്കുന്നത്. നമ്മളിതിനെ നന്നായിട്ട് ചുറ്റിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളിതുപോലെ ചുറ്റിച്ചതിന് ശേഷം നമ്മൾ തീ ഒന്ന് കൂട്ടി കൊടുക്കുക, ആ ചട്ടിയുടെ ചൂടൊന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അത്യാവശ്യം ദോശയൊക്കെ ഒന്ന് കുക്കായിട്ട് വരുമ്പം ഇതിൻ്റെ മുകളിലേക്ക് ഓയിലോ അതല്ലെങ്കിൽ നെയ്യോ നമുക്ക് ഏതാണോ താല്പര്യം അതിനൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോഴാണ് നല്ലൊരു ഗോൾഡൻ കളറോട് കൂടിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാൻ പറ്റുന്നത്. ഇതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാനും. അപ്പോൾ ഇത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ നമ്മൾ ബാക്കിയുള്ള ബാറ്ററും കൂടെ വെച്ചിട്ട് ദോശ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പാനിൻ്റെ ചൂടാണ് കേട്ടോ. നമ്മളിപ്പോൾ ഏത് തവ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ചൂട് നമ്മളൊന്ന് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കണം. ആദ്യം നമ്മൾ ഒരു ദോശ ചുട്ടെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് അതിനൊരു ടിഷ്യൂ വെച്ചിട്ടോ ഒരു ടവൽ വെച്ചിട്ടോ ഒന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് വേണം നമ്മൾ അടുത്ത തവി മാവ് ഒഴിച്ചിട്ട് ദോശ ചുറ്റിച്ചെടുക്കാൻ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിലും നമുക്ക് ഓരോ ദോശയും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഓയിലൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കുന്നില്ല. അതല്ല നമ്മൾ മറ്റേതെങ്കിലും തവയാണ് എടുക്കുന്നതെങ്കിൽ നമുക്കതിനകത്ത് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് പിന്നെ വേണം നമ്മൾ വെള്ളം തളിച്ച് കൊടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള ബ്രെഡ് ദോശ നല്ല ക്രിസ്പി ആയിട്ട് നമ്മളിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ബ്രെഡാണെന്ന് വെച്ച് ടേസ്റ്റ് കുറവൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് ദോശ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നല്ല എരിവോട് കൂടിയിട്ടുള്ള ചട്നിയുടെ കൂടെ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യുന്നവർ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്